ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂലൈ 5-ാം തീയതി ഒന്നാമത്തെ വായനാഭാഗം ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം, ഒന്നാമത്തെ പുസ്തകം 17-ാമത്തെ അധ്യായം. ഫെലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഒരുങ്ങി ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ഇസ്രായേലും ഫെലിസ്ത്യർക്കെതിരെ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു താഴ്വാരത്തിൻ്റെ ഇപ്പുറത്തെ മലഞ്ചെരുവിലും ഇപ്പുറത്തെ മലഞ്ചെരുവിലുമായിട്ട് ഇവർ ഒന്നിച്ചുകൂടി. അപ്പോൾ പടയ്ക്കുള്ള പുറപ്പാടിലാണ്. പക്ഷേ പടയ്ക്ക് പുറപ്പെടുന്നില്ല, മറിച്ച് ആ കൂട്ടത്തിൽ 6 മുഴത്തിന് മേളിൽ നീളമുള്ള ഒരു 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 ഫെലിസ്ത്യനുണ്ട്. ഗഥിനായ ഗോലിയാത്ത് എന്നാണ് അയാളുടെ പേര്. ഒരു മല്ലനാണ് അയാൾ. 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അവൻ്റെ തലയിൽ ഒരു താമര ശിരസ്ത്രമുണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള താമര കവചവും ധരിച്ചിരുന്നു. അവൻ ഇറങ്ങി വന്നിട്ട് ഇവിടെ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തോടെല്ലാം വിളിച്ചു പറയുകയാണ്, കളിയാക്കുകയാണ്. നിങ്ങൾ ഫെലിസ്ത്യനും ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിൻ്റെ ചേകവരുമാണ്. നിങ്ങൾ ഒരുത്തിനെ തിരഞ്ഞെടുത്ത് കൊള്ളുക, അവൻ എൻ്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുതി എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങൾ നിങ്ങൾക്കടിമകൾ. ഇല്ല, ആ വരുന്നവനെ ഞാൻ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കടിമകൾ. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ യുദ്ധത്തിന് 10,000 ആൾക്കാർ നിരന്നിട്ടുണ്ട്. പക്ഷെ അവർ തമ്മിൽ യുദ്ധത്തിന് പുറപ്പെടുന്നില്ല. എന്നും ഈ ഫെലിസ്ത്യൻ വന്നിട്ട് ഈ വീരവാദം പറഞ്ഞ് ഇസ്രായേലിൻ്റെ ദൈവത്തെയും ഇസ്രായേലിൻ്റെ രാജാവിനെയും ഇസ്രായേലിനെയും ഒക്കെ നിന്ദിച്ചിട്ട് ഒക്കെ പോവും. ഇസ്രായേലിന് ആരും ഇറങ്ങി പുറപ്പെടാത്തത് കൊണ്ട് അവിടെ അങ്ങനെ ഒരു ദ്വന്ദ്വയുദ്ധം നടക്കുന്നില്ല. ഇങ്ങനെ 40 ദിവസം തുറന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 40 ദിവസം. അപ്പോൾ ഈ 40 ദിവസത്തിനിടയിൽ വേറെ സംഭവം സംഭവിക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ദാവീദിൻ്റെ മൂത്ത ജ്യേഷ്ഠന്മാരായ എലിയാബ്, അതുപോലെ തന്നെ അമ്മീനാദാബ്, അതുപോലെ ശമ്മ, ഇഷായിയുടെ മൂത്ത 3 മക്കൾ യുദ്ധത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഇഷായി തൻ്റെ മകനായ ദാവീദിനോട് പറഞ്ഞു, നീ ഒരു പറ മലരും കുറച്ച് 10 അപ്പമൊക്കെ എടുത്ത് പാളയത്തിൽ ചെന്നതിൻ്റെ സഹോദരന്മാരെയൊക്കെ കണ്ട് സൗഖ്യമൊക്കെ ചോദിച്ച്, നിനക്ക് ഇങ്ങോട്ട് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെയും കേട്ട് വരികാൻ പറഞ്ഞു. ഒരു 10 പാൽക്കട്ടയും സഹസ്രാധിപനും കൊണ്ട് കൊടുക്കാൻ പറയും. അങ്ങനെ പുറപ്പെട്ടു പോയി അതൊക്കെ കൊണ്ട് കൊടുത്തു. അതിനിടയ്ക്ക് ദാവീദ് ചെന്നപ്പോഴത്തേക്ക് ഇസ്രായേലും ഫെലിസ്ത്യരും നേർക്കുനേരെ അണിനിരുന്നത് കഴിഞ്ഞു. ദാവീദ് തൻ്റെ സാമാനം പടക്കോപ്പ് സൂക്ഷിക്കുന്നതിൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് അവരെ തമ്മിൽ കണ്ടില്ല. അണിയിലോടിച്ചെന്ന് തൻ്റെ സഹോദരന്മാരുടെ കുശലം പറഞ്ഞു. അവൻ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഗോലിയാത്ത് വരുന്നത് കാണുന്നു. ഗോലിയാത്തൻ പറയുന്ന വാക്കുകൾ ദാവീദ് കേൾക്കുന്നു. അപ്പോൾ ഈ ദൈവത്തെയും ഒക്കെ നിന്ദിക്കുന്ന, ഇസ്രായേൽ നിരകളെ നിന്ദിക്കുന്ന ഇത് ഒരു യഥാർത്ഥ ദൈവ ഭക്തനും ദൈവത്തിൻ്റെ സ്നേഹിതനും ദൈവത്തിൻ്റെ പൈതലുമായ ദാവീദിന് അതൊട്ടും സഹിക്കാവുന്ന കാര്യമായിരുന്നില്ല. അപ്പം ഇസ്രായേലിൽ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തൻ്റെ മകളെ അവന് കൊടുക്കുകയും തൻ്റെ പിതൃഭവനത്തിന് ഇസ്രായേൽ കരമൊഴി കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് അത് കേട്ടു. ദാവീദ് വീണ്ടും വേറൊരാളോട് ചെന്നു, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നീക്കി കളയുന്നതിന് എന്ത് കൊടുക്കുമെന്നാണ് പറയുന്നത്? ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രകർമ്മിയായ ഫെലിസ്ത്യനാർ. അപ്പോൾ ഈ ഇന്ന കാര്യങ്ങളൊക്കെ രാജാവ് കൊടുക്കും എന്ന് വീണ്ടും ആൾക്കാർ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഇത് മൂത്ത ജ്യേഷ്ഠനായ എലിയാബ് കാണുകയും എലിയാബ് ദാവീദിനെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദാവീദ് താഴോട്ട് ശൗലിനോട് പറയുന്നത്, ഇവൻ്റെ നിമിത്തം ആരും ഭയപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം വരും. പക്ഷെ ദാവീദ് പറഞ്ഞു, നീ കുട്ടിയാണ്, മാത്രമല്ല അവനാണെങ്കിൽ ചെറുപ്പം മുതലേ പടയാളിയാണ്, യോദ്ധാവാണ്, അതുകൊണ്ട് നീ അത് ചെയ്യണ്ടെന്ന് പറയും. ദാവീദ് ശൗലിനോട് പറഞ്ഞു, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്നു. അപ്പം കൂട്ടത്തിലൊരു ആട്ടിൻകുട്ടിയെ ഈ സിംഹവും മറ്റൊരു സമയത്ത് കരടിയും പിടിച്ചു. ഞാൻ പിന്തുടർന്ന് ആ ആടിനെ രക്ഷിച്ചു. ആ കരടി എന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഞാൻ അതിനെ തൂക്കി അടിച്ച് മലർത്തി അടിച്ച് കൊന്നുകളഞ്ഞു. അതുപോലെ തന്നെ സിംഹത്തോട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അഗ്രചർമ്മിയായ
ഫിലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കുകയുണ്ട് അവനും അവയിലൊന്നിനെ പോലെ ആകും. സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച എന്നെ രക്ഷിച്ച യഹോവ ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ശരി, അപ്പോൾ ദാവീദിൻ്റെ ആത്മവിശ്വാസം കണ്ടിട്ട് ശൗല് പറഞ്ഞു, ശരി നീ ചെല്ലുക, ദൈവം നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ടവർ അവനെ വാളും ഒക്കെ കെട്ടി പണയങ്കിയൊക്കെ ഇട്ട് കെട്ടിക്കാൻ നോക്കി. അത് ശീലമില്ലാത്തതുകൊണ്ട് ദാവീദ് അതിനെല്ലാം ഉപേക്ഷിച്ചു. എന്നിട്ട് തൻ്റെ വടി എടുത്തു, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്ത് ഇടയസഞ്ചിയായി പൊക്കണത്തിലിട്ടു. എന്നിട്ട് കയ്യിൽ കവിണയുമായി ഫിലിസ്ത്യനോടടുത്തു. ഫിലിസ്ത്യനും ദാവീദിനോടടുത്തു, പരിചയക്കാരനും അവൻ്റെ മുമ്പ് നടന്നു. ഫിലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമളനുമായിരുന്നു. ഫിലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫിലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിൻ്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ദാവീദ് പറയുന്നൊരു മറുപടിയാണ് അടുത്ത മറുപടി. നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ച് കളയും. അത്രയുമല്ല, ഞാനിന്ന് ഫിലിസ്ത്യ സൈന്യങ്ങളെ, നിന്നെ മാത്രമല്ല ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികളെയും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിലൊരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമി അറിയും. നീയൊക്കെ അറിയും, അതുപോലെ സർവ്വഭൂമിയും ഇസ്രായേലൊരു ദൈവമുണ്ടെന്ന് അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, എൻ്റെ അല്ല യുദ്ധം, ഞാനല്ല യുദ്ധം ചെയ്യുന്നത്, ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഫിലിസ്ത്യർ ഈ ഗോലിയാത്ത് ദാവീദിനോട് അടുത്ത് വന്നപ്പോഴത്തേക്ക് ദാവീദും അതുപോലെ ബന്ധപ്പെട്ട് മുമ്പോട്ടോടി. ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്തു, കവണയിൽ വെച്ച് വീശി ഒരൊറ്റ വീക്കി. അത് ഫിലിസ്ത്യൻ്റെ നേരെ നെറ്റിക്ക് എന്ന് കൊണ്ടു. അത് ഈ മർമ്മമായിരിക്കും, അത്ര കൃത്യമായി ആ മർമ്മസ്ഥാനത്ത് തന്നെ അത് കൊള്ളുകയും പതിഞ്ഞു എന്ന് പറഞ്ഞു. നെറ്റിയിൽ അതങ്ങ് പതിഞ്ഞു കയറി, അവിടെ കമിഴ്ന്ന് വീണു. അപ്പോൾ തൻ്റെ കയ്യിൽ വാളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദാവീദ് ഓടിച്ചെന്ന് അയാളുടെ ശരീരത്തിൽ കയറി നിന്നിട്ട് അയാളുടെ വാള് തന്നെ എടുത്ത് അയാളുടെ കഴുത്ത് വെട്ടി, തല വെട്ടി മാറ്റി. ഇത്രയും നടന്നപ്പോഴത്തേക്ക് അതുവരെയും ഇയാളിൽ വലിയ ആത്മവിശ്വാസം കൊണ്ടിരുന്ന, അല്ലെങ്കിൽ വലിയ പ്രൗഢിയായിരുന്ന ഈ ഫിലിസ്ത്യ സൈന്യം ഓടാൻ തുടങ്ങി. ഇസ്രായേൽ മക്കളും പുറകെ ഓടി അവരെ എല്ലാം തോൽപ്പിച്ചിട്ട് അങ്ങനെ അവരെല്ലാവരും അത് വായിക്കുന്നത് ഫിലിസ്ത്യരെ പിന്തുടർന്നു. ഫിലിസ്ത്യ ഹതന്മാർ ശയരയീമിനുള്ള വഴിയിൽ ഗത്തും എക്രോനും വരെ വീണ് കിടന്നു എന്നാണ്. അപ്പോൾ ആയുധവർഗം തലയെടുത്ത് അവനെ യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. ഫിലിസ്ത്യൻ്റെ തലയെടുത്ത് യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. ദാവീദ് ഫിലിസ്ത്യൻ്റെ നേരെ ചെല്ലുന്നത് ശൗൽ കണ്ടപ്പോൾ, അപ്പോൾ അവസാനം ശൗലിൻ്റെ സേനാധിപതിയായ അബ്നേർ ശൗലിനെ കൂട്ടി ദാവീദിനെ കൂട്ടി ശൗലിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇവിടെ ഈ ഇസ്രായേൽ കൂട്ടത്തിൽ ദാവീദിനെ പോലെ, അത് ശൗലുമില്ല, ദാവീദിനെ പോലെ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തി വേറെ അവിടെ ഇല്ലായിരുന്നു. ദാവീദിന് നന്നായിട്ട് ദൈവത്തെ അറിയാമായിരുന്നു. ആ ദൈവത്തെ അറിയാവുന്നത് കൊണ്ടാണ് താൻ നേരത്തെ കരടിയെ കയ്യിൽ നിന്ന് രക്ഷിച്ചതും കരടിയെ കൊന്നതും ഞാനല്ല, അത് ദൈവമാണെന്നുള്ള ബോധ്യം ദാവീദിനുണ്ട്. സിംഹത്തിനോട് എതിരിടുമ്പോഴും അവിടെയും ജയം തന്നത് ദൈവമാണെന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ ഫിലിസ്ത്യൻ ഒരു വിഷയമായിരുന്നില്ല ദാവീദിൻ്റെ മുമ്പിൽ. ദാവീദ് ആ ദൃഢത നിശ്ചയത്തോടെ, ഉത്തമ ബോധ്യത്തോടെ, പൂർണ്ണ ആത്മവിശ്വാസത്തോടെ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ആണ് മുമ്പോട്ട് പോയത്. തൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല, തൻ്റെ കയ്യിൽ പടച്ചട്ടയും കാര്യങ്ങളും ഒന്നുമില്ല, തനിക്ക് യുദ്ധം പരിചയമില്ല, ഒന്നുമില്ല. പക്ഷേ തനിക്ക് തൻ്റെ ദൈവത്തെ നന്നായി പരിചയമുണ്ട്. ഇതാണ് പ്രിയമക്കളെ നമുക്കും ആവശ്യമാണ്. നമ്മുടെ ദൈവത്തെ നന്നായി പരിചയമുണ്ടെങ്കിൽ, നമ്മുടെ ദൈവത്തെ നമുക്ക് നന്നായി അറിയാമെങ്കിൽ നമ്മളാണ് ജയാളി. അത് ദാവീദിൻ്റെ ജീവിതം നമുക്ക് തരുന്ന പാഠം അതാണ്. ദാവീദിൻ്റെ ജീവിതം പിന്നെ മുമ്പോട്ടൊക്കെ അങ്ങനെ തന്നെയാണ്.
ദൈവത്തെ ഒരിക്കൽ പോലും ദാവീദ് തള്ളിപ്പറയുകയോ ദാവീദ് മറന്നു പോവുകയോ ദൈവത്തെ വിട്ട് ജീവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ദാവീദ് എപ്പോഴും ദൈവത്തിൻ്റെ പൈതൽ തന്നെയായിരുന്നു. രണ്ടാമത്തെ വായനാഭാഗം പ്രവാചകൻ്റെ പുസ്തകം 61-ാമത്തെ അധ്യായം. നമ്മൾ ഇന്നലെ കണ്ടത് എഴുന്നേറ്റ് പ്രകാശിക്കാൻ പറയുന്ന ഭാഗം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭാഗത്തിൻ്റെ തുടർച്ചയായി നമ്മളിന്ന് വായിക്കുന്നത്, എളിയവരോട് സദ്വർത്തം അറിയിപ്പാൻ ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതലെന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ താഴോട്ട് പറയുന്നുണ്ട്. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെന്നും നിങ്ങൾക്ക് പേരാകും. അപ്പം നമ്മൾ ഈ ആദ്യം വായിക്കുന്ന തടവുകാർക്ക് വിടുതൽ, സ്വാതന്ത്ര്യവും പ്രസാദവർഷവും തകർന്നവരെ മുറിവ് കെട്ടുവാനും ഒക്കെ പറയുന്ന ഭാഗം, അപ്പം അത് യേശുക്രിസ്തു കോട്ട് ചെയ്യുന്നുണ്ട് പുതിയ നിയമത്തിൽ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളിലാണ്. ലൂക്കോസ് 4-ന്റെ 18-19. അതിൽ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? യേശുക്രിസ്തു ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. ദേവാലയത്തിലേക്ക് കടന്നു വന്ന് അവിടെ വെച്ച് അന്ന് യേശുക്രിസ്തുവാണ് പുസ്തകം വായിക്കാൻ എഴുന്നേൽക്കുന്നത്. യേശുക്രിസ്തു യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുത്ത് വായിക്കാൻ കൊടുത്തപ്പോൾ യേശുക്രിസ്തു അതെടുത്ത് വായിച്ച ഭാഗം ഇതാണ്. അത് ഞാൻ ആ ലൂക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 18-19 വായിക്കാം. യേശുക്രിസ്തു പുസ്തകം എടുത്ത് വിടർത്തി വായിച്ച ഭാഗമാണ് വായിക്കുന്നത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പിപ്പാനും പീഡിതന്മാരെ വിട്ടയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് വായിച്ചതിന് ശേഷം പുസ്തകം മടക്കി കൊടുത്തു. എന്നിട്ട് അവിടെ ഇരുന്നു. അപ്പം ഈ വായിച്ച ആളിലേക്കായിരുന്നു എല്ലാവരുടെയും കണ്ണ്. ഇരുന്നിട്ട് യേശുക്രിസ്തു പറഞ്ഞു, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് യേശുക്രിസ്തുവോടെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ യേശുക്രിസ്തു ഇത് വായിച്ചിട്ട് പറഞ്ഞതാണ്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. അപ്പോൾ ഈ തിരുവെഴുത്ത് നിവൃത്തിയാകുകയാണ് അവിടെ യേശുക്രിസ്തുവിലൂടെ. അപ്പോൾ ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണെന്നുള്ളതിന് തെളിവ് കൂടെയാണ് ഞാനിപ്പം നമ്മൾ സംസാരിച്ചത്. എന്നിട്ട് നമ്മൾ ഈ അധ്യായത്തിൽ തുടർന്ന് കാണുന്നത്, ഒരു ശാശ്വത നിയമം ചെയ്യും, ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യ അവരുടെ പ്രജയെയും അറിയും, അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്താ. ഇപ്പം ക്രിസ്തുയേശുവിലൂടെ വരുന്ന ഒരു ജനത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവാണ് ചെയ്യുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാൺകെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. അപ്പം നീതിയെയും സ്തുതിയെയുമാണ് മുളപ്പിക്കുന്നത്. അത് ആരിലൂടെയാണ്? പുതിയതായി വരുന്ന വിശ്വാസികളുടെ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിങ്കിലേക്ക് വരുന്ന അവരിലൂടെയാണ് ഈ പറഞ്ഞ സ്തുതിയും നീതിയും ഒക്കെ മുളപ്പിക്കപ്പെടുന്നത്. അല്ലാതെ നീതിയും സ്തുതിയും ഒന്നും മനുഷ്യനില്ലാതെ ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. അപ്പം അങ്ങനെ പുതിയ വിശ്വാസികളെ സൃഷ്ടിക്കപ്പെടുകയും അവർ യെശയ്യാ പ്രവാചകൻ്റെ കാലത്തെ ഇസ്രായേൽ ജനത്തിൻ്റെയോ അല്ലെങ്കിൽ യഹൂദ ജനത്തിനെയോ കാൾ ഭേദപ്പെട്ട, മെച്ചപ്പെട്ട, ഉത്തമന്മാരായ ആൾക്കാരെ ആയി മാറുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ജാതികളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതിനെക്കുറിച്ചുമൊക്കെയാണ്
ഈ 61 അധ്യായത്തിൽ വരുന്ന പ്രവചനം. അത് യേശുക്രിസ്തുവിനെ അടിസ്ഥാനമാക്കിയാണ്, യേശുക്രിസ്തുവിലൂടെയാണ് സാധ്യമാകുന്നത് എന്നുള്ളതും അവിടെ വിളിച്ചു പറയപ്പെടുന്ന കാര്യമാണ്. മൂന്നാമത്തേതും അവസാനത്തേതുമായ വായനാഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം തുടരുകയാണ്. 5-ാം അധ്യായത്തിൽ ആരംഭിച്ചു, ഇപ്പോൾ 6-ാം അധ്യായത്തിൽ അത് തുടരുകയാണ്. 7-ാമത്തെ അധ്യായത്തോടു കൂടി അത് അവസാനിക്കും. അവിടെ പറയുന്നത്, നിങ്ങളുടെ മനുഷ്യരായ നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ആളുകൾ, എന്നെ കേൾക്കുന്നവരുടെ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരുടെയും തന്നെ നീതിയെ മനുഷ്യർ കാണുന്നതിനല്ല ചെയ്യേണ്ടത്, മറിച്ച് നീ ഒരു നീതി പ്രവൃത്തി ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഭിക്ഷ കൊടുത്തു, ഒരാൾക്ക് സഹായം ചെയ്തു, വലത് കൈ കൊണ്ടായിരിക്കും സഹായം ചെയ്തത്, ഇടത് കൈ പോലും അറിയണ്ട. ചിലപ്പോൾ ഇടത് കൈ കൊണ്ടായിരിക്കും ചെയ്തത്, വലത് കൈ പോലും അറിയണ്ട, ആരും അറിയണ്ട. അതിൻ്റെ ആശയം മറ്റൊരാൾ അറിയുകയേ വേണ്ട. പൊതുവെ എങ്ങനെയാണ് കാണുന്നത്? കൊടുത്തതിനെ മൈക്ക് കെട്ടിവെച്ച്, അല്ലെങ്കിൽ അതുപോലെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി പോസ്റ്റർ എഴുതി, ബാനർ എഴുതി കെട്ടി, വളരെ പ്രസിദ്ധമായ നാട്ടിലെ പ്രമാണിമാരെയൊക്കെ വിളിച്ച് സൈക്കിൾ ദാനം ചെയ്യുന്നു, പുസ്തകം ദാനം ചെയ്യുന്നു, പഠനോപകരണങ്ങൾ ദാനം ചെയ്യും. ഇതൊക്കെ നമ്മൾ പൊതുവെ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ ദൈവം പറയുന്നത്, ഇത് നീ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയേണ്ട കാര്യമില്ല. രഹസ്യത്തിൽ കാണുന്ന ദൈവം, പക്ഷേ ഇത് കാണുന്ന ആര് കണ്ടില്ലെങ്കിൽ, നീ ആരെയും കാണിച്ചില്ലെങ്കിലും ദൈവം ഇത് കാണുന്നു, ദൈവം നിനക്ക് പ്രതിഫലം തരും. അതായിരിക്കണം നമ്മുടെയും മോട്ടീവ്. നമ്മൾ ആരെയും നോക്കിയിട്ടല്ല, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞു വേണം നമ്മളൊരാളെ സഹായിക്കുകയും ഒരാൾക്ക് കൊടുക്കുകയും, അയാൾക്ക് വിശപ്പിന് കൊടുക്കുന്നതായാലും വസ്ത്രത്തിന് കൊടുക്കുന്നതായാലും, അയാളെ രോഗിയായിരിക്കുമ്പോൾ ആ മരുന്ന് മേടിച്ച് കൊടുക്കുന്നതായാലും, ആശുപത്രിയിൽ കൊണ്ടാക്കുന്നതെല്ലാം ഇത് ദൈവത്തിനെന്ന പോലെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെന്ന പോലെ നമ്മൾ ചെയ്യേണ്ടതാകും. ക്രിസ്തുവിന് നമ്മൾ വീട്ടിലേക്ക് വന്നാൽ ക്രിസ്തുവിന് നമ്മൾ ആഹാരം കൊടുക്കില്ലേ, വെള്ളം കൊടുക്കില്ലേ? അതുപോലെ നീ എളിയവനെയും ആഹാരം കൊടുക്കുക, വെള്ളം കൊടുക്കുക, അവന് ഉടുപ്പ് കൊടുക്കുക, സഹായിക്കുക. അവന് പറ്റുമെങ്കിൽ ഒരു ഷെൽട്ടർ, അല്ലെങ്കിൽ വീട്, അല്ലെങ്കിൽ ഒരു മുറി, അല്ലെങ്കിൽ ഒരു ചായ്പ്, നിൻ്റെ വീടിൻ്റെ ഒരു ഭാഗം ഒക്കെ കൊടുത്ത് അവന് ഈ കാലാവസ്ഥയിൽ നിന്നൊക്കെയും വിടുതൽ കൊടുക്കാം. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം, പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവർ കാണുവാൻ വേണ്ടി പരസ്യമായി കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട. രഹസ്യത്തിൽ പ്രാർത്ഥിക്കൂ. രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരുമെന്നാണ്. അവിടെയും ഈ രഹസ്യ സ്വഭാവത്തെക്കുറിച്ച്, കൊടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ചായാലും അതുപോലെ പിന്നെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലായാലും ഒരു രഹസ്യ സ്വഭാവത്തിനെ സംബന്ധിച്ച് ക്രിസ്തു എടുത്തു തന്നെ പറയുകയാണ്. വേറൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും മെച്ചമുള്ളവരാണ് മനുഷ്യർ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ ദൈവം അറിയുന്നു എന്നാണ്. എന്നിട്ട് അവർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ക്രിസ്ത്യാനികളും എപ്പോഴും പറയുകയും, എന്നാൽ അതിൻ്റെ ആശയത്തിലേക്കോ അർത്ഥത്തിലേക്കോ അതിൻ്റെ ആ എസൻസിലേക്കോ ഒന്നും കടന്നു വരികയോ ചിന്തിക്കുകയോ മനസ്സുകൊണ്ട് സ്പർശിക്കുകയോ ചെയ്യാതെ നിരന്തരം ഉരുവിടുന്നൊരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇത് ക്രിസ്തു പഠിപ്പിച്ചാണ്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം പറഞ്ഞാണ് ആ പ്രാർത്ഥന. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചത്. പ്രാർത്ഥന എന്താണ്? ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. എങ്ങനെയാണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്നാണ്. അപ്പോൾ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിച്ചില്ലെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കില്ല. അപ്പോൾ അതൊരു ദൈവം വച്ചിരിക്കുന്ന കണ്ടീഷനാണ്. അതിനെ നമുക്ക് മാറ്റാനൊക്കത്തില്ല. അതങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്കും ലഭിക്കും. അങ്ങനെ ചെയ്താൽ അത് അങ്ങനെ തന്നെ നമുക്ക് നല്ലത് ഉണ്ടാകുകയും ചെയ്യും. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുന്നത്, നിൻ്റെ നിക്ഷേപം അത് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവാനാണ്. ഭൂമിയിൽ നിക്ഷേപിക്കുന്ന ഏത് നിക്ഷേപവും, വസ്തുവിലായാലും സ്വർണത്തിലായാലും ബാങ്ക് ബാലൻസിലായാലും ഒക്കെ നിക്ഷേപിക്കുന്ന ആ നിക്ഷേപങ്ങൾ നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മളുടെ കയ്യിൽ എന്നേക്കും അത് നമ്മുടെ മരണത്തോടു കൂടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു രോഗാവസ്ഥയിലായിരിക്കുമ്പോഴത്തേക്ക് ഒക്കെ നമുക്കത്
അതിന്മേൽ യാതൊരു അധികാരാവകാശങ്ങളില്ലാതെ വണ്ണം മറ്റൊരാൾക്ക്, മിക്കവാറും മക്കൾക്കൊക്കെ ആയിരിക്കും, മക്കൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെയാണ് പോകുന്നത്. എങ്കിലും അത് മറ്റൊരാളിലേക്ക് അത് പോകും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അഗതികളെയും മറ്റ് നമ്മുടെ സഹജീവികളെയും ഒക്കെ സഹായിച്ച് ദൈവത്തിന് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവാനാണ് ക്രിസ്തു ഇവിടെ പറയുന്നത്. അങ്ങനെ ക്രിസ്തു പറയുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, ക്രിസ്തു ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ഉപദേശിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനുണ്ട്. ക്രിസ്തു ചെയ്തിട്ട് തന്നെയാണ് എല്ലാവർക്കും ഉപദേശങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആഹാരത്തിനായി വിചാരപ്പെടരുത്, ഉടുപ്പിനായി വിചാരപ്പെടരുത് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ അതിന് പറയുന്ന ഉദാഹരണം എന്ന് പറയുന്നത്, ശലോമോൻ പോലും വയലിലെ താമര പോലെ ഒരിക്കലും ഏറ്റവും പ്രതാപത്തോടെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഉടുത്തൊരുങ്ങി വന്ന ആളാണ് ശലോമോൻ. ശലോമോൻ പോലും ആ താമരയുടെ, ചെളിയിൽ വളരുന്ന താമരയുടെ അത്രയും ചമഞ്ഞിരുന്നില്ല, അത്രയും ഭംഗിയുണ്ടായിരുന്നില്ല. ഇനി പുല്ലിനെ സംബന്ധിച്ച് നോക്കൂ. പുല്ലിൻ്റെ ഷേപ്പ്, കളറ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ആ അടുപ്പിൽ വീണ് അല്ലെങ്കിൽ ചവിട്ടിക്കളയാനുള്ളത് അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ളത്, അടുപ്പിൽ വീണ് പോകാനുള്ള പുല്ലിനെ പോലും ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളായ നമ്മൾ മനുഷ്യരായിരിക്കുന്നവരെ ദൈവം എന്തുമാത്രം സഹായിക്കും, എന്തുമാത്രം അധികം ദൈവം നമ്മളെ കരുതും എന്നുള്ളതാണ്. അപ്പം നശിച്ചു പോകാനുള്ള പക്ഷികൾ, ജീവജാലങ്ങൾ, അല്ലെങ്കിൽ ചെടികൾ, താമര, പുല്ല് ഒക്കെയും ദൈവം ഇത്രത്തോളം ഒരു കാക്കയും രാവിലെ എഴുന്നേറ്റ് അയ്യോ ഇന്ന് എന്ത് കഴിക്കും എന്ന് അന്വേഷിച്ച് മനുഷ്യനെ പോലെ വിചാരപ്പെടുന്നില്ല. അവയ്ക്ക് തിന്നാനുള്ളതൊക്കെയും ദൈവം എവിടെയെങ്കിലും കരുതി വെച്ചിട്ടുണ്ട്. ഒരു കാക്കയും പട്ടിണി കിടക്കുന്നില്ല, ഒരു തത്തയും ആഹാരം കഴിക്കാതെ കിടക്കുന്നില്ല. സ്വതന്ത്രമായി നടക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ആഹാരം എവിടെയെങ്കിലും ദൈവം കരുതിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യനാണ് വിചാരപ്പെടുന്നത്. ഇങ്ങനെ വിചാരപ്പെടരുതെന്നാണ്. അല്പവിശ്വാസികളെ നിങ്ങൾ എന്തുടുക്കും, എന്ത് തിന്നും, എന്ത് കുടിക്കും എന്നിങ്ങനെ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികളാണ് അന്വേഷിക്കുന്നത്. അവരിതൊക്കെ അന്വേഷിക്കും. പക്ഷേ സ്വർഗസ്വനായ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പേൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നാണ് ക്രിസ്തു പറയുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടേണ്ട. നാളത്തെ ദിവസം അതിനെ തനിക്കായി വിചാരപ്പെട്ടുകൊള്ളും. അത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. അതുകൊണ്ട് അന്നന്ന് നമ്മൾ ദോഷം ചെയ്യാതെ ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നിയമവും ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ഹിതങ്ങളും ഒക്കെ അന്വേഷിക്കുന്ന, ഇതിനെ വേറെ പല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും, അതിനൊരു സമയം അല്ല ഇവിടെ. അങ്ങനെ മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടെ ഈ ആഹാരവും വസ്ത്രവും പാർപ്പിടവും ആരോഗ്യവും എല്ലാം നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ക്രിസ്തു നമുക്ക് തരുന്ന ഉറപ്പ്. പോരെ, നമുക്കതല്ലേ ആവശ്യം. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, സമാധാനം വേണം. ഇതൊക്കെയും ദൈവത്തെ അനുസരിക്കുന്ന വഴി, ദൈവത്തെ ഇഷ്ടപ്പെടുന്ന വഴി, ദൈവത്തെ സ്നേഹിക്കുക വഴി നമുക്ക് ലഭിക്കുമെങ്കിൽ ആ ദൈവത്തെ സ്നേഹിച്ച് നമുക്ക് സ്വസ്ഥമായി സമാധാനം ഇരിക്കുന്നതല്ലേ നല്ലത്. താങ്ക് യു. ഇന്നത്തെ വായനാ ഭാഗങ്ങളിലൂടെ ചുരുങ്ങിയ വിശദീകരണങ്ങൾ, കഴിയുന്ന വിശദീകരണങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും സംശയമോ കാര്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ പ്ലാനറിൻ്റെ താഴെയുള്ള ടെലിഫോൺ നമ്പറിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അറിയാത്ത കാര്യങ്ങൾ ഉണ്ട്, അനവധി കാര്യങ്ങൾ അറിയാത്തതുണ്ട്. അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരുമിച്ച് അത് അന്വേഷിക്കാം എന്ന് മാത്രം ഈ സമയം പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു.